السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള വിശ്വാസികളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിയുന്നത്ര സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഇസ്ലാം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ബുദ്ധിയും വിവേകശക്തിയുമുള്ള ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഉതകുന്ന അതിമഹത്തായിട്ടുള്ള ആദർശം ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇസ്ലാമിന് മാത്രം അവകാശപ്പെടാൻ അർഹതയുള്ള, ധൈര്യമുള്ള കാര്യമാണ്. ലോകത്ത് ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യനിർമ്മിത ആശയങ്ങളും ആദർശങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അവയിൽ ഒന്നുപോലും തുടങ്ങിയ രൂപത്തിൽ നിലനിൽക്കുന്നില്ല എന്നതും നിഷേധിക്കാനാകാത്ത കാര്യമാണ്. ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ആശയധാരയിൽ നിന്ന്, അതിൻ്റെ മഹത്തായ ആദർശത്തിൽ നിന്ന് അല്പം പിറകോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റാനും അതിൻ്റെ മുന്നോട്ടുള്ള സഞ്ചാരം നിലക്കാനും അപ്രതീക്ഷിതമായ അപകടങ്ങൾ ഉണ്ടാകാനും കാരണമാകും എന്നതിൽ സംശയമില്ല. നീണ്ടുകിടക്കുന്ന റെയിൽപാളത്തിലൂടെ കുതിച്ചു പായുന്ന തീവണ്ടിയെ കാണാൻ എല്ലാവർക്കും വലിയ ആകാംക്ഷയാണ്, ഇഷ്ടമാണ്. അതിൻ്റെ മുന്നോട്ടുള്ള സുഗമമായ പോക്കിന് ആ സംവിധാനം സ്വീകരിച്ചിട്ടുള്ള പാളത്തിൽ ഒരു ചെറിയ വിടവ്, ഒരു ചെറിയ വിള്ളലുണ്ടെങ്കിൽ ആ യാത്ര മുന്നോട്ട് പോകാൻ അത് തടസ്സമാകും. മാത്രവുമല്ല, ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമാകും വിധം വലിയ അപകടം സംഭവിക്കും എന്നതും നമുക്കെല്ലാവർക്കും അറിഞ്ഞ് അനുഭവമുള്ള കാര്യമാണ്. ഒരു ചെറിയ പൊട്ട് വന്നാൽ മതി. യഥാർത്ഥത്തിൽ ഇസ്ലാം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ആശയത്തിൽ നമ്മുടെ വകയായി, മറ്റുള്ളവരുടെ വകയായി എന്തെങ്കിലും കടത്തിക്കൂട്ടാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഉള്ളതിനെ കുറക്കാൻ അതിനെന്തോ പോരായ്മയുണ്ട്, അപാകതയുണ്ട്
എന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ എത്ര വലിയ പരാജയത്തിലേക്കാണ് അത് നമ്മെ എത്തിക്കുക എന്നത് നൂറ്റാണ്ടുകളായി തെളിയിക്കപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇത്രയും സമയം നാം എല്ലാവരും ശ്രദ്ധിച്ചത് നമ്മുടെ വീടിനകത്തുള്ള കാര്യങ്ങൾ, ചുറ്റുപാടുമുള്ള വിഷയങ്ങൾ, മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ, അവരുമായി സഹവസിച്ച് ജീവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ, ആ നിലക്കുള്ള കാര്യങ്ങളാണ്. നല്ലൊരു ശതമാനം ആളുകൾക്ക് കൂടുതലായി കേൾക്കാൻ താല്പര്യമുള്ള വിഷയവും അതാണ്. എന്നാൽ ഈ വിഷയങ്ങളുടെ എല്ലാം മർമ്മം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആശയമാണ്. നമ്മുടെ ശരീരം ക്ഷീണമില്ലാതെ, തളർച്ചയില്ലാതെ, ഏറ്റവും നല്ല സൗന്ദര്യത്തോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എപ്പോഴാണ്? ഹൃദയത്തിന് പ്രത്യേക തകരാറുകൾ ഇല്ലാതെ ഇരിക്കുമ്പോഴാണ്. ഹൃദയം എന്നത് ശരീര സംവിധാനത്തിലെ ഏറ്റവും പ്രധാന ഭാഗമാണ്. അതിന് ക്ഷതമേറ്റാൽ എത്ര ബുദ്ധിയുള്ള ആളായിട്ടും കാര്യമില്ല, അയാൾക്ക് അനങ്ങാൻ സാധിക്കില്ല. ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങളെയും പ്രശ്നങ്ങളെയും ചർച്ച ചെയ്യാതെ കാലുകളെ ബാധിക്കുന്ന രോഗങ്ങൾ, കൈകളെ ബാധിക്കുന്ന രോഗങ്ങൾ, കണ്ണുകളെ ബാധിക്കുന്ന രോഗങ്ങൾ, ചെവികളെ ബാധിക്കുന്ന രോഗങ്ങൾ, തലയിലെ മുടി കൊഴിയാനുള്ള കാരണം, ശരീരത്തിലെ തൊലി ചുളിയാനുള്ള കാരണം, ഈ നിലക്കുള്ള ചർച്ചകളിൽ, പരിഹാരങ്ങളിൽ മാത്രം ഒതുങ്ങിയാൽ നമ്മളറിയാതെ ഹൃദയം കേടാവുകയും ശരീരം ഒന്നാകെ നശിക്കുകയും ചെയ്യും. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ വീടിൻ്റെ ഭംഗിയെയും ആ വീട്ടിലുള്ള ആളുകളുടെ വളർച്ചയ്ക്കാവശ്യമായ കാര്യങ്ങളെയും മാത്രമല്ല കേൾക്കേണ്ടത്. പ്രത്യേകിച്ച് സഹോദരിമാർ, ഉമ്മമാർ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തുടങ്ങി പ്രശ്നം പറയൽ, തുടങ്ങി കുഴപ്പം പറയൽ, ആർക്കും തിരിയാത്ത കാര്യങ്ങൾ പറയൽ, ഈ നിലക്കുള്ള സംസാരങ്ങൾ കൂടുതലായി കേൾക്കാൻ ഇടയുള്ളത് സഹോദരിമാരുടെ ഭാഗത്ത് നിന്നാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വീടിനാവശ്യമായ തറ കെട്ടിപ്പടുക്കുമ്പോൾ ചുറ്റിലും കൂടിയ ആളുകൾ തറ കുറച്ച് വളഞ്ഞോട്ടെ, തറ ഒന്ന് കൂർത്ത് വന്നോട്ടെ, തറ റൗണ്ട് ആകൃതിയിലായിക്കോട്ടെ എന്ന അഭിപ്രായങ്ങൾ പറഞ്ഞാൽ വീടിൻ്റെ ഉടമയാരാണോ അയാൾ എല്ലാ അഭിപ്രായങ്ങളെയും പരിഗണിച്ച് എല്ലാവർക്കും തോന്നിയ ഒരു തറ ആയിക്കോട്ടെ എന്നല്ല പറയുക. കാരണം വീടിൻ്റെ നിലനിൽപ്പും അതിൻ്റെ ഉറപ്പും അതിൻ്റെ ഭദ്രതയും തറയാണ്. ആ തറക്ക് വല്ല വിള്ളലും പ്രശ്നവും വന്നു കഴിഞ്ഞാൽ ചുമരുകൾ കൊണ്ടും മേൽക്കൂര കൊണ്ടും അതിൻ്റെ ഉള്ളിലുള്ള സർവ്വ സംവിധാനങ്ങൾ കൊണ്ടും ഒരു പ്രയോജനവും ഇല്ല എന്നത് ആർക്കും അറിയുന്ന കാര്യമാണ്. അതിനാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തെയും അതിൻ്റെ കാമ്പായി, അതിൻ്റെ മുഖ്യ കാര്യമായി ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ആദർശത്തെയും നന്നായി ശ്രദ്ധിക്കാനും ചെവി കൊടുക്കാനും വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആദർശം എന്നത് അടിയുറച്ചതും യാഥാർത്ഥ്യവുമാകണം എന്ന തിരിച്ചറിവ് ഇവിടെ കൂടിയ നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകണം. ഒരു നല്ല തടിച്ച് വീർത്ത് വലുതായി പടർന്നു നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് അടിയിലേക്ക് ആണ്ടുപോയിട്ടുള്ള വേരുകളാണ്. ആ വേരുകൾക്ക് ഏതെങ്കിലും ഒന്നിന് വാട്ടം വന്നാൽ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം വന്നാൽ അത് മറ്റു വേരുകളെ ബാധിക്കുകയും ആ മരത്തിൻ്റെ തടിയെ ബാധിക്കുകയും അതിൻ്റെ ശിഖിരങ്ങളെ, കൊമ്പുകളെ ബാധിക്കുകയും ആ മരം പൂർണ്ണമായും
കടപൊഴുകി നിലംപൊത്താൻ കാരണമാവുകയും ചെയ്യും എന്നത് ഇസ്ലാമിൻ്റെ ആദർശം പഠിപ്പിച്ചപ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ആദർശം, ആശയം എന്നത് അടിയുറച്ചതാണ്, വേരുറച്ചതാണ്. ആർക്കും ഇളക്കി മാറ്റാൻ കഴിയാത്ത വിധം മണ്ണോട് ഉറച്ചു പോയിട്ടുള്ള കാര്യമാണ്. ഈ വിഷയത്തെ വിശുദ്ധ ഖുർആൻ വ്യത്യസ്ത ആയത്തുകളിലൂടെ പഠിപ്പിച്ചപ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമായ ഒരായത്താണ് സൂറത്ത് ഹുജറാത്തിലെ 15-ാമത്തെ ആയത്ത്. ആ ആയത്തിൻ്റെ ആരംഭം മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടല്ല, ലോകത്തുള്ള സകല മനുഷ്യരെയും മുന്നിൽ വെച്ചുകൊണ്ടല്ല, മറിച്ച് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി സുമ്മ ലം യർതാബൂ എന്നാണ്. തീർച്ചയായും, നിശ്ചയം ഈമാനുള്ളവർ, വിശ്വാസമുള്ളവർ എന്തിൽ വിശ്വസിക്കുന്നവരാണ്? കണ്ണിൽ കണ്ട കാര്യങ്ങളിൽ മുഴുവൻ വിശ്വസിക്കുന്നവർ എന്നല്ല, കാതുകൾ കൊണ്ട് കേട്ടതിൽ മുഴുവൻ വിശ്വസിക്കുന്നവർ എന്നല്ല, തോന്നിയതുപോലെ നാട്ടിലുള്ളവർക്കനുസരിച്ച്, രാഷ്ട്രീയക്കാർക്കനുസരിച്ച്, മതമേലാളന്മാർക്കനുസരിച്ച്, കുടുംബത്തിലുള്ളവർക്കനുസരിച്ച് വിശ്വസിക്കുന്നവർ എന്നല്ല. അവിടെ പ്രത്യേകം അല്ലാഹു പറഞ്ഞു, അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും അല്ലാഹുവിൻ്റെ ദൂതരിലും അല്ലാഹുവിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വാസമുള്ള ആളുകൾ എന്നാണ്. ഏതിലാണ് വിശ്വസിക്കേണ്ടത്, എപ്പോഴാണ് വിശ്വാസമാവുക എന്ന് ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. തുടർന്ന് അല്ലാഹു പഠിപ്പിക്കുന്നത്, ഈ വിശ്വാസം ഒരാളെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരാളെ കാതുകളിലൂടെ കയറി, കണ്ണുകൾ കൊണ്ട് കണ്ട്, മനസ്സ് തുറന്ന് വായിച്ച്, മനസ്സിൻ്റെ ഉള്ളിൽ അതിനെ സത്യപ്പെടുത്തി കഴിഞ്ഞാൽ, പിന്നീട് ഖുർആൻ ആവശ്യപ്പെട്ടത് സുമ്മ ലം യർതാബൂ, സംശയിക്കാൻ പാടില്ല എന്നാണ്. ഏത് അല്ലാഹുവിൽ, എങ്ങനെയുള്ള അല്ലാഹുവിൽ? അല്ലാഹു ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ എന്തിനാണ്? അതിൻ്റെ ആവശ്യമുണ്ടോ? അത് ഈ കാലഘട്ടത്തിലേക്ക് വേണ്ടതാണോ? ഈ നിലക്കുള്ള സംശയങ്ങളൊന്നും ആരിലുണ്ടാവുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മനസ്സിലുറപ്പിച്ച ഒരു വിശ്വാസിയിൽ ഉണ്ടാവുകയില്ല. ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കണം, ഈ നിലപാട് കണിശമാക്കിയവരുടെ നേരെയാണ് ശപിക്കപ്പെട്ട ശൈത്വാന്റെ വരവുണ്ടാവുക. ആ ശൈത്വാൻ വരികയും അവനെ സമീപിക്കുകയും ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും, അവസാനത്തെ ചോദ്യം, നിന്റെ റബ്ബിനെ ആരാണ് പടച്ചത്? ഈ ലോകത്തെ മുഴുവൻ പടച്ചത് റബ്ബാണ്, നിന്നെ പടച്ചത് റബ്ബാണ്, സകലതും പടച്ചത് റബ്ബാണ്. എങ്കിൽ ഒരു ചോദ്യം, ആരാണ് ആ റബ്ബിന്റെ സട്ടാവ് എന്നാണ്. ആ ചോദ്യം കേൾക്കേണ്ട താമസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട ശൈത്വാനെ തൊട്ട് ഞാനിതാ കാവൽ തേടുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് വിട്ടുപോകണം, ആ ചിന്തയിൽ നിന്ന് ഒഴിവാകണം എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ നിലപാട് ഉറപ്പിച്ചതിന് ശേഷമാണ് ആയത്തിന്റെ ബാക്കി നോക്കൂ നിങ്ങൾ, വജാഹിദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം ഫീ സബീലില്ലാഹ്, നമ്മുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യേണ്ടത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രയത്നിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കേണ്ടത്, ഇത് ഖുർആൻ ഗണ്ണിതമായി നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഈ വചനം നമ്മോട് തുറന്നു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇസ്ലാമിൻ്റെ മഹിതമായ ആശയത്തിന് നിരക്കാത്ത കാര്യങ്ങൾക്ക് തൻ്റെ സമ്പത്ത് മാറ്റിവെച്ചാൽ, തൻ്റെ ശരീരം മാറ്റിവെച്ചാൽ, തൻ്റെ സമയം മാറ്റിവെച്ചാൽ അത് റബ്ബിങ്കൽ സ്വീകാര്യമല്ല എന്ന് ഈ വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആൾബലം കൊണ്ട് സ്വീകാര്യതയില്ല, സംഘടനാ ബലം കൊണ്ട് സ്വീകാര്യതയില്ല, ഭൗതിക സംവിധാനങ്ങൾ കൊണ്ട് പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒരാൾക്കും സ്വീകാര്യതയില്ല എന്ന് ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഈ ആയത്തിന്റെ അവസാന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. ഈ നിലപാടിലേക്ക് വന്നവർ, ഈ നിലപാടിലേക്ക് മനസ്സ് കൊടുത്തവർ, ഈ നിലപാടിനെ വായിച്ച് പഠിച്ചവർ, ഈ നിലപാടിന്റെ കൂടെ സഞ്ചരിച്ചവർ, അവർക്ക് മാത്രമേ സത്യസന്ധരായി
നാളെ റബ്ബിന്റെ കോടതിയിൽ ഹാജരാവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഖുർആനാണ് നമ്മോട് സംസാരിക്കുന്നത്. ഈ കാര്യത്തിൽ നമുക്കൊരു സംശയം പാടില്ല, ഈ കാര്യത്തിൽ വാശിയില്ല, ഈ കാര്യത്തിൽ വൈരാഗ്യമില്ല, ഈ കാര്യം കേൾക്കാനും ഉൾക്കൊള്ളാനും എനിക്ക് സൗകര്യമില്ല എന്ന ഒരു നിലപാട് വിവേകമുള്ള ഒരാൾക്ക് പാടില്ല എന്ന് പച്ചയായി ഖുർആൻ നമ്മോട് പറയുകയാണ്. ഈ ആയത്തിന് വ്യത്യസ്തങ്ങളായ വിശദീകരണങ്ങൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു വിശദീകരണമാണ് മഹാനായ ശൈഖ് ഉസൈമീൻ റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ള വിശദീകരണം. അദ്ദേഹം പറഞ്ഞു, ഫല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും അല്ലാഹുവിന്റെ ദൂതരിലും വിശ്വാസമുള്ളവർ എന്ന് പറഞ്ഞാൽ ഹുമുല്ലദീന അഖറു ഇഖറാറൻ താമ്മ ബിമാ യസ്തഹിഖുല്ലാഹു അസ്സ വജൽ, ഉന്നതനും പ്രതാപിയുമായിട്ടുള്ള റബ്ബിന് കൊടുക്കേണ്ട അവകാശത്തെ പൂർണ്ണമായും കൊടുക്കുക എന്നാണ്. അല്ലാഹുവിന് നാം നൽകേണ്ട അവകാശത്തെ അംഗീകരിച്ചു കൊടുക്കാനുള്ള ഒരു സന്നദ്ധത ഒരു വിശ്വാസിയിൽ ഉടലെടുക്കുമ്പോഴാണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ ഭാഗമായി അയാൾ മാറുക. ശേഷം അദ്ദേഹം പറഞ്ഞു, വബിമാ യസ്തഹിഖുർ റസൂൽ അലൈഹിമുസ്സലാത്തു വസ്സലാം വഖബിലൂ ദാലിക വഅദ്അനൂ ലഹു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ കൊടുക്കേണ്ടതായ ബാധ്യതകളുണ്ട്, കടപ്പാടുകളുണ്ട്, അവകാശങ്ങളുണ്ട്. അത് കൃത്യമായി കൊടുത്ത് നിറവേറ്റിയെങ്കിൽ മാത്രമേ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ആദർശം, ഈ ആയുസ്സിനുള്ളിൽ അത് നേടാനുള്ള സൗഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മൾ. നമ്മുടെ പണി എന്താണ്? അതാർക്കും പൊളിക്കാൻ വിട്ടുകൊടുക്കാതെ, തകർക്കാൻ എറിഞ്ഞു കൊടുക്കാതെ അന്ത്യനിമിഷം വരെ അതിനെ ഉറപ്പിക്കുക എന്നതാണ് വിശ്വാസികളായ നമ്മുടെ ബാധ്യത. രണ്ടാമത്തെ കാര്യം, ആദർശ ദുർബലതയും അതിനോട് വെറുപ്പും ഉണ്ടാവുക എന്നത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ്. അതൊരിക്കലും ശരീരത്തെ ബാധിക്കുന്ന രോഗമല്ല. ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ പനി പോലെയുള്ള, ജലദോഷം പോലെയുള്ള, മൂക്കടപ്പ് പോലെയുള്ള, ക്യാൻസർ പോലെയുള്ള ആ നിലക്കുള്ള കാര്യങ്ങളാണ്. മനസ്സിനെ ബാധിക്കുന്ന രോഗമെന്നത് കുഫറാണ്, അവിശ്വാസമാണ്, ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്, ബിദ്അത്താണ്, പുത്തനാചാരമാണ്, മഅസിയത്താണ്, അല്ലാഹുവിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങളെ ധിക്കരിക്കലാണ്. ഈ നിലക്കുള്ള അസുഖങ്ങളാണ് മനസ്സിനെ ബാധിക്കുക. മനസ്സിനെ കാണാത്ത നമുക്ക് എങ്ങനെയാണ് മനസ്സിനെ ബാധിക്കുന്ന രോഗം കാണാൻ കഴിയുക? അതൊരിക്കലും സാധ്യമല്ല. മനസ്സിനെ കണ്ടവരല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ മനസ്സിനെ ബാധിക്കുന്ന രോഗവും കാണാൻ കഴിയില്ല. നമ്മുടെ കുടലിനെയോ ഏതെങ്കിലും ഒരു ഞരമ്പിനെയോ ബാധിച്ച ഒരു രോഗം അത് സ്കാൻ ചെയ്ത് ഡോക്ടർമാർ എടുത്തു കാണിച്ചു തരും. ഇതാ ഈ കാണുന്നതാണ്, ഈ റൗണ്ടിലുള്ളതാണ്, ഈ നീളത്തിലുള്ളതാണ്, ഈ വളഞ്ഞതാണ്, ഈ പൊട്ടാണ് എന്നവർ പറയും. പക്ഷേ ലോകത്തൊരാൾക്കും മനസ്സിനെ ബാധിച്ച കുഫർ ഇതാണ്, മനസ്സിനെ ബാധിച്ച ശിർക്ക് ഇതാണ്, മനസ്സിനെ ബാധിച്ച അന്ധവിശ്വാസം ഇതാണെന്ന് സ്കാൻ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല. മറിച്ച് എന്ത് കഴിഞ്ഞു? നിന്നെ ബാധിച്ചത് കുഫറാണ്, നിന്നെ ബാധിച്ചത് ശിർക്കാണ്, നിന്നെ ബാധിച്ചത് കാപട്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള കാരണങ്ങൾ, ആ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ നാളിതുവരെ സാധിച്ചിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും അതേ ഉണ്ടാവുകയുള്ളൂ. ആ രോഗത്തെ സ്കാൻ ചെയ്യാൻ മാത്രമുള്ള മെഷീൻ ലോകത്ത് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല എന്നത് നാം എല്ലാവരും തിരിച്ചറിയണം. അതുകൊണ്ട് കാരണങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈ അസുഖങ്ങളെ നിജപ്പെടുത്താനും നിശ്ചയിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വിശുദ്ധ ഖുർആൻ വിശാലമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് നമ്മുടെ നിലപാട് എന്തായിരിക്കണം. ആശയരംഗത്തുള്ള, പ്രാമാണിക രംഗത്തുള്ള നിലപാട് എന്തായിരിക്കണമെന്ന് ആ നിലപാട് എടുത്തെങ്കിൽ മാത്രമേ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേർമാർഗത്തിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ എന്ന പ്രാർത്ഥന അർത്ഥപൂർണമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ വെറും വാക്കുകളാണ്, ഇല്ലെങ്കിൽ വെറും ഒരു ആയത്തോതലാണ്, ഇല്ലെങ്കിലോ അർത്ഥമില്ലാത്ത, ലക്ഷ്യമില്ലാത്ത കേവലമായ ഒരു സംസാരമായി മാറ്റപ്പെടുമെന്നല്ലാതെ ഒരു ദിവസം നിർബന്ധമായും 17 തവണ റബ്ബിന്റെ മുമ്പിൽ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനക്ക്
അർത്ഥം ഇല്ലാതെ ആകും എന്ന പേടി സഹോദരങ്ങളെ എല്ലാ സമയവും നമുക്കുണ്ടാകണം. ചില ആയത്തുകൾ ഇവിടെ കാണിക്കപ്പെടും. ആ ആയത്തുകളിലൂടെ നമ്മുടെ കണ്ണുകളൊന്ന് ഓടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് അൻസൽനാ ആയാതിൻ മുബയ്യിനാത്ത്, നിങ്ങൾക്ക് വ്യക്തമായ ആയത്തുകൾ ഇറക്കി തന്നിരിക്കുന്നു. വല്ലാഹു യഹ്ദി മൻ യശാ, ആ ആയത്തുകളെ കേട്ട് മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് കൃത്യമായി അറിഞ്ഞ് ജീവിക്കുന്നവരെ അല്ലാഹു നേർമാർഗത്തിലാക്കും. അതാണ് സിറാത്തുൽ മുസ്തഖീം. ആ ആയത്തിന്റെ അവസാനം സ്ക്രീനിൽ കാണാം, ഇലാ സിറാത്തിൻ മുസ്തഖീം, നേർമാർഗത്തിലേക്കും അല്ലാഹു വഴി നടത്തും എന്നാണ്. എന്നിട്ടോ വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർറസൂൽ, ഇത് കേട്ടവർ, ഓരോ ആയത്ത് കേൾക്കുന്നവർ, ഒരായത്ത് മാത്രമല്ല, ഒരു സൂറത്ത് മാത്രമല്ല, വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിലെ ഓരോ ആയത്തുകളെയും കേൾക്കുന്നവർ, അതുമാത്രമല്ല ആ ആയത്തുകൾക്കും കൃത്യമായ വിശദീകരണം 23 വർഷങ്ങളിലെ രാപ്പകലുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയതാണ് എന്നുറപ്പുള്ളത് നമ്മുടെ കൺമുമ്പിലേക്ക്, നമ്മുടെ കാതുകളിലേക്ക്, നമ്മുടെ മുമ്പിലേക്ക് പ്രസംഗങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ, സംസാരങ്ങളിലൂടെ ഓടിയെത്തുമ്പോൾ ഒരു വിശ്വാസിയുടെ വർത്തമാനം എന്താണ്? വാതഅനാ, ഞങ്ങളിതാ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയും. ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ്, വിശ്വസിക്കാനും തയ്യാറാണ്. പക്ഷേ സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക, അതിനുശേഷം ചില ആളുകൾ പറയും സൗകര്യമല്ല, ആയത്തൊക്കെ അങ്ങനെ ഉണ്ടാകും, ഹദീസൊക്കെ അങ്ങനെ ഉണ്ടാകും, അതൊക്കെ അവിടെ വെച്ചളിയും, അത് ഇവിടെ പറ്റൂല, ഈ പള്ളിയിൽ പറ്റൂല, ഈ അങ്ങാടിയിൽ പറ്റൂല, ഈ കുടുംബത്തിൽ പറ്റൂല. ഈ നിലപാടുമായി വരുന്നവർ ഖുർആൻ അവരെ വിശേഷിപ്പിച്ചത് നമ്മൾ ആരുമല്ല. അള്ളാഹുവിന്റെ കലാൽ പറയുന്നു, ആ നിലപാടെടുക്കുന്നവർ, അത് വെറുതെ എടുത്താലും തമാശക്കെടുത്താലും കാര്യമായി എടുത്താലും അവരെ കുറിച്ച് അല്ലാഹു പറയുന്നു, വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, ഇസ്ലാം പറഞ്ഞ വിശ്വാസികളല്ല. ഇനി എന്ത് വേണം? ഇനി എന്ത് വേണം? ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിക്കാൻ സൗകര്യമില്ല, നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളൂ എന്ന് ആര് പറഞ്ഞാലും അവരെ കുറിച്ച് അല്ലാഹു പറയുന്നു വിശ്വാസികളല്ല. ഇത് മുജാഹിദുകൾ പറയുന്നതല്ല, വിസ്ഡം പറയുന്നതല്ല, സലഫികൾ പറയുന്നതല്ല, അള്ളാഹുവിന്റെ കലാമാണ് പറഞ്ഞത്. എന്ത് അബ്ദുറഹ്മാനായിട്ടും കാര്യമല്ല, എന്ത് മുഹമ്മദ് ആയിട്ടും കാര്യമല്ല, എന്ത് അബ്ദുസലാം ആയിട്ടും കാര്യമല്ല, എന്ത് അബ്ദുൽ മുഹ്സിൻ, ഫാത്തിമ, ആയിഷ ആരായിട്ടും കാര്യമല്ല. ഈ നിലപാടെടുത്താൽ അവൻ വിശ്വാസിയല്ല. ഇനിയോ വൈദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, നിങ്ങൾ വരൂ, ഈ സ്വഭാവം കാണിക്കരുത്, അള്ളാഹുവിലേക്ക് വരൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരൂ, നമുക്ക് ഖുർആൻ നോക്കി വിധി മനസ്സിലാക്കാം, ഹദീസുകൾ നോക്കി വിധി മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ അവർ പറയും ഇദാ ഫരീഖും മിൻഹും മുഅരിളൂൻ, അവർ പിന്തിരിഞ്ഞു പോകും. ഖുർആനൊക്കെ നിങ്ങൾ നോക്കിക്കോളിയും, ഹദീസൊക്കെ നിങ്ങൾ എടുത്തോളിയും, അതിനൊന്നും ഞങ്ങളെ കിട്ടൂല എന്ന് പറയും. ആ നിലപാടോടുകൂടി അവർ പിന്തിരിഞ്ഞു പോകും. ഇനിയോ വയ്യകുല്ലഹുമുൽ ഹഖ്ഖു യഅ്തു ഇലൈഹി മുദ്ഇനീൻ, അവരെ ഭാഗത്ത് സത്യമില്ല എന്നാണ്. ആ നിലപാടെടുക്കുന്നവരെ പക്ഷത്ത് സത്യമില്ല എന്നാണ്. പിന്നെ ഖുർആൻ പറഞ്ഞു അഫീ ഖുലൂബിഹിം മറദുൻ, അവരെ മനസ്സിനെ രോഗം ബാധിച്ചിരിക്കുന്നു. മാത്രവുമല്ല അമിർ താബു, അവർ സംശയിക്കുകയാണ്. അല്ലെങ്കിലോ ഔ യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ ദൂതരും അവരെ എന്തോ ചെയ്യുമെന്ന പേടിയിലാണ്, അവരെ എന്തോ ചെയ്യുമെന്ന പേടിയിലാണ്. ഖുർആൻ പറഞ്ഞു ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ, ആ നിലപാട് എടുക്കുന്നവർ അക്രമികളാണ്, ദുൽമിന്റെ ആളുകളാണ്. ഇത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി ആയത്ത് നോക്കൂ നിങ്ങൾ, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീൻ, ഒരു വിശ്വാസിയുടെ വാക്ക്. ഈ ഇന്നമ എന്ന പ്രയോഗത്തെ നേരത്തെ കേട്ട ആയത്തിലേക്കൊന്ന് കൊണ്ടുപോകണം. സൂറത്ത് ഹുജറാത്തിലെ 15-ാമത്തെ ആയത്ത് ഇവിടെ കാണിച്ചല്ലോ. ആ ആയത്തിന്റെ ആരംഭത്തിൽ ഇന്നമ വന്നല്ലോ. എന്താ ഇന്നമ എന്ന അറബി നിയമത്തിലെ പ്രയോഗത്തിന്റെ താല്പര്യം എന്താണെന്നറിയോ? ഉറപ്പായും, തീർച്ചയായും, ഗണ്ണിതമായി എന്നാണ്. ലവലേശം സംശയമല്ല. ഇന്നമ ഉറപ്പിച്ചു, കാന ഖൗലൽ മുഅ്മിനീൻ, ഒരു വിശ്വാസിയുടെ വാക്ക്. ഇദാ ദുഉ ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ ദൂതരിലേക്കും അവരെ വിളിച്ചു കഴിഞ്ഞാൽ അയ്യഖൂലു സമിഅനാ വഅതഅനാ,
അയ്യഖൂലു സമിഅനാ വഅതഅനാ. വിശ്വാസികളെ, ഈ വാക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊന്ന് കുറിച്ചു വെക്കണം. ഈ വാക്കൊന്ന് മനഃപ്പാഠമാക്കി വെക്കണം. ഏതുറക്കത്തിൽ വിളിച്ചാലും അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതർ പറഞ്ഞു, ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ വിധി ഇതാണെന്ന് കേട്ട് കഴിഞ്ഞാൽ അയ്യഖൂലു സമിഅനാ വഅതഅനാ. കേൾക്കുക മാത്രല്ല, കേൾക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും. കേൾക്കാൻ കഴിയാത്ത മനുഷ്യന്മാരാണ് ലോകത്തുള്ളത്. കേട്ട കാര്യത്തെ മനസ്സിലൊന്ന് കൊണ്ടുപോയി വെക്കാൻ, ആ നിലപാട് മനസ്സിലുറപ്പിക്കാൻ, അതാണ് സഹോദരങ്ങളെ ഈമാൻ എന്ന് പറഞ്ഞാൽ. ഇനി നോക്കൂ നിങ്ങൾ, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. ഹുജറാത്തിൽ കേട്ട ആയത്തിന്റെ അവസാനം എന്താണ്? അവരാണ് സത്യസന്ധർ. രണ്ടായത്തും തമ്മിലുള്ള ബന്ധം നോക്കൂ നിങ്ങൾ. അതാണ് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ഉപദേശം എന്നത്, ഇസ്ലാമിന്റെ നിലപാട് എന്നത് അതത്ര കണിശമാണ്, അത്ര ഉറച്ചതാണ്. അതൊരാൾക്ക് മുമ്പിലും കാഴ്ചവെക്കാനുള്ളതോ പണയപ്പെടുത്താനുള്ളതോ അല്ല എന്ന് നാം തിരിച്ചറിയുക. നാലാമത്തെ കാര്യം, മുജാഹിദുകൾ എന്ന് കേട്ടാൽ, മുജാഹിദുകൾ എന്ന് കേട്ടാൽ കേൾക്കുന്നവർക്ക് സംശയമല്ല, തൗഹീദിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്തവരാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ല. അള്ളാഹുവിന്റെ ഏകത്വം, ഏക ആരാധ്യൻ, പ്രാർത്ഥനക്കർഹൻ, ആരാധനക്കർഹൻ, സകല സഹായ തേട്ടങ്ങൾക്കും അർഹൻ ആര് മാത്രം? അല്ലാഹ് മാത്രം. ഇത് കേരളക്കരയിലാകെ പ്രസിദ്ധമായ കാര്യമാണ്. മുജാഹിദുകൾ എന്ന് കേട്ടാൽ തൗഹീദിന്റെ വിഷയത്തിൽ അവർക്കൊരു കണിശതയുണ്ട്. പ്രമാണങ്ങൾക്ക് മുമ്പിൽ അവർക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് അവർ തെറ്റുകയില്ല എന്നത് മുജാഹിദുകളെ സംബന്ധിച്ച് ആർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു. ആലോചിക്കണം, 1920 മുതൽ തുടങ്ങിയ യാത്രയാണ്. ആരിലൂടെ? മഹാനായ വക്കം മൗലവിയിലൂടെ, മഹാനായ KM മൗലവിയിലൂടെ, ഈ മൊയ്ദ് മൗലവിയിലൂടെ, അബ്ദുൽ ഖാദർ മൗലവിയിലൂടെ, PK മൂസ മൗലവിയിലൂടെ, ഉമർ മൗലവിയിലൂടെ, അതുപോലെ അമാനി മൗലവിയിലൂടെ, അങ്ങനെ നീണ്ടുകിടക്കുന്ന പണ്ഡിതന്മാർ ഒരു നൂറ്റാണ്ട് കാലത്തെ, ആ കാലത്തിനുള്ളിൽ അവർ നടത്തിയ പ്രയത്നങ്ങൾ അത്ഭുതമാണ്, വിലമതിക്കാനാകാത്തതാണ്. അവരന്ന് നടന്ന വഴികൾ, അവരോടിയത്, അവർ സഹിച്ചത്, അവർ ത്യജിച്ചത്, ഇതൊക്കെ എന്തിനായിരുന്നു അറിയോ? ഈ തൗഹീദ് പഠിപ്പിക്കാനാണ്. ചില ആളുകൾ ചോദിക്കലുണ്ട്, എന്തേ KM മൗലവി അന്ന് അതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞില്ല, ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞില്ല. KM മൗലവിക്ക് മുമ്പിൽ അന്നുണ്ടായിരുന്ന പ്രഥമ ലക്ഷ്യം എന്താണെന്നറിയോ? തൗഹീദിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക എന്നാണ്. തൗഹീദിലേക്ക് ആളുകളെ കൊണ്ടുവരണം. ഈമാനികമായി ഇവിടെ ബാധിച്ചിരിക്കുന്ന അഴുക്ക് നീക്കണം, വിശ്വാസ വിശുദ്ധി ഇവിടെ വാർത്തെടുക്കണം. അതായിരുന്നു KM മൗലവി റഹിമഹുല്ലാ അന്ന് കണ്ട ഏറ്റവും പ്രധാന ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് ആരും വലിയ ജനപിന്തുണ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ മഹാപണ്ഡിതൻ മതരംഗത്ത് കൃത്യമായ മുഖം കാണിക്കുകയും അതോടൊപ്പം രാഷ്ട്രീയ രംഗത്ത് വേണ്ട സമീപനങ്ങളെ അറിയിക്കുകയും ചെയ്തു. രാഷ്ട്രീയ രംഗത്ത് ഇടപെട്ടു, മതരംഗത്ത് മുഖ്യ പ്രാധാന്യം കൊടുത്ത് ഇടപെട്ടു. അന്ന് അദ്ദേഹം നേരിട്ട സമസ്ത വിഭാഗത്തിലെ പ്രധാനികളായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങളും, അതുപോലെ തന്നെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെയുള്ള വലിയ വലിയ മുസ്ലിയാക്കന്മാരെ നേരിട്ട ആളാണ് KM മൗലവി റഹിമഹുല്ലാ. ചില്ലറക്കാരനൊന്നുമല്ല. അന്ന് പതിയടക്കമുള്ള മുസ്ലിയാക്കന്മാർ KM മൗലവി റഹിമഹുല്ലയുടെ നിലപാടുകൾക്ക് മുമ്പിൽ തല താഴ്ത്തിയിട്ടുണ്ട്. KM മൗലവി റഹിമഹുല്ലക്ക് വിവാഹം അന്വേഷിക്കുന്നത് അന്നറിയപ്പെട്ട മുസ്ലിയാരായിരുന്നു. അത്രത്തോളം KM മൗലവി റഹിമഹുല്ലയുടെ ആദർശത്തെ അവർ പരിഗണിച്ചിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ആ ആദർശം പ്രാമാണികമായിരുന്നു എന്നതുകൊണ്ടാണ്. ഇവിടെയാണ് നമ്മൾ ചില പദങ്ങളൊക്കെ കേട്ടത്. ആ പദങ്ങളാണല്ലോ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ ചർച്ചയായിട്ടുള്ളത്. ആ പദങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണും. കാര്യകാരണം, ഭൗതികം അഭൗതികം, സൃഷ്ടി കഴിവ്, സൃഷ്ടാവിൻ്റെ കഴിവ്, സാധാരണ കഴിവ്, അസാധാരണ കഴിവ്, മറഞ്ഞത്, തെളിഞ്ഞത്. എത്ര പദങ്ങളാണ്, എത്ര വാചകങ്ങളാണ്! ഇതൊക്കെ വേറെ വേറെയാണോ? അല്ല, ഒക്കെ വേറെ വേറെ അല്ല, എല്ലാം ഒന്നാണ്. എല്ലാം ഒന്നാണ്. ഒന്നായിട്ടും എന്തിനാണ് അവർ ഈ പ്രയോഗങ്ങൾ നടത്തിയത്? അത് അവരുടെ ബസീറത്തായിരുന്നു, അവരുടെ അറിവിൻ്റെ ആഴമായിരുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ വിളിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട
ഏറ്റവും വലിയ സവിശേഷതയാണ് ബസീറത്ത്, ഉൾക്കാഴ്ച എന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അന്നെങ്ങാനും കെ എം മൗലവി റഹിമഹുല്ല മനുഷ്യ കഴിവ് എന്ന ഒരു പ്രയോഗം മാത്രമാണ് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സകല ആളുകൾക്കും ജാഥ വിളിക്കാതെ മാത്രം മതി. മനസ്സിലാവുണ്ടോ? ഓല അങ്ങാടിയിലിറങ്ങി ജാഥ വിളിക്കും, ദാ മനുഷ്യ കഴിവ് എന്ന് പറയും. പക്ഷേ കെ എം മൗലവി റഹിമഹുല്ലയെ പോലത്തെ ഒരാള് ഇവരെ പോലൊന്നും അല്ലല്ലോ. അതുകൊണ്ട് കെ എം മൗലവി റഹിമഹുല്ല ഈ 2 പുസ്തകം, ഇത് മലയാളത്തിൽ വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണ്. ഇത് നമ്മൾ ഇവിടെ വായിക്കാൻ താല്പര്യത്തെ ആരും ഉണ്ടാകൂല. ഇത് 1946 കെ എം മൗലവി എഴുതിയ പുസ്തകം. 1946 അന്ന് അറബി മലയാളത്തിലാണ് എഴുതിയത്. ഇതാ അതിൻ്റെ തുടക്കം കാണാം, അറബി മലയാളത്തിൽ അദ്ദുആ വൽ ഇബാദ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭ, കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ ആദ്യമായി ഇറക്കിയ പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകം. ഈ പുസ്തകം വായിച്ചാൽ സൃഷ്ടികളെ കഴിവ്, സാധാരണ കഴിവ്, അസാധാരണ കഴിവ് ഇതൊക്കെ വ്യക്തമാകും. ഇനി ഈ പുസ്തകം, ഇത് കെ എം മൗലവി അന്ന് കൊടുത്ത ഫത്വകളാണ്, മറുപടികളാണ്. ഈ മറുപടികളിലും ഇത് ധാരാളമുണ്ട്. എല്ലാ പുസ്തകം അമാനി മൗലവി തഫ്സീർ എടുത്തോളി, എല്ലാം ഉണ്ട്. അതിലൊക്കെ ഇത് വ്യാപകമായി നിറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇടക്കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ പിളർപ്പ്, ഇപ്പം 2000 പിളർപ്പ്, മർക്കസ് ദഅവ എന്ന് പറയുന്ന വിഭാഗം, അവർ 23 കൊല്ലായി മുജാഹിദുകൾ പേച്ചോലാണ് എന്ന് പറഞ്ഞ് നടക്കുന്നു. 2012 ഒരു വിഭാഗം അവരിലേക്ക് പോയി. അവർ 10 കൊല്ലായി അവരും പറയുന്നു മുജാഹിദുകൾ പേച്ചോലാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പറയും ഞങ്ങൾ മുജാഹിദുകളാണ്. അപ്പം ഏതാ പേച്ചത്, ഏതാ ശരി? അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇവിടെ എന്തുള്ളൂ, അധികം ആളുകൾക്കും തിരിയാത്ത 2 പ്രയോഗങ്ങൾ, കാര്യകാരണ ബന്ധം, അഭൗതികം എന്ന ഈ 2 പ്രയോഗമാണ് പെട്ടെന്ന് മനസ്സിലാകാത്തത്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഇപ്പം എന്തുള്ളൂ, ഇത് മൊബൈൽ കണ്ടങ്ങൾ, എനിക്ക് ഒരാളെ വിളിക്കണമെങ്കിൽ ഈ സംവിധാനം വേണം, ഇതൊരു കാരണമാണ്. അപ്പം അപ്പുറത്തുള്ള ഒരാളെ ഞാൻ വിളിക്കുന്നതിന് എനിക്കുള്ള കാര്യകാരണം ഈ മൊബൈലാണ്. ഈ മൊബൈൽ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, അയാളെ വിളിക്കുന്നു. എന്നാൽ ഈ ബന്ധം ഉപയോഗിച്ച് ഞാൻ അയാളെ വിളിക്കുമ്പോൾ കിട്ടണമെന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ അയാൾ ഫോൺ എടുക്കൂല, അയാൾ റേഞ്ചിലുണ്ടാകൂല. അത് കിട്ടണമെങ്കിൽ ആരെ തൗഫീഖ് വേണം? അള്ളാന്റെ തൗഫീഖ് തന്നെ വേണം. ഇത്ര സിമ്പിളാണ് ഈ കാര്യം, ഇത്ര എളുപ്പമാണ്. വിശക്കുന്ന ഒരാൾക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണം ഒരു കാര്യകാരണമാണ്, ഭക്ഷണം ഒരു കാരണമാണ്. പക്ഷെ ആ ഭക്ഷണം തിന്നത് കൊണ്ട് വിശപ്പ് മാറുമോ? മാറണമെങ്കിൽ അള്ള തൗഫീഖ് വെക്കണം. ഇത് അപ്പുറത്തുള്ള കാര്യമാണ്. നമുക്ക് ഭക്ഷണം തന്ന ആളെ കൊണ്ടും തിന്ന ആളെ കൊണ്ടും സാധിക്കാത്തൊരു കാര്യമാണ് എന്ത്? വിശപ്പ് മാറ്റുക എന്നുള്ളത്. വിശപ്പ് മാറ്റാൻ ആരെ കൊണ്ട് തന്നെ കഴിയുള്ളൂ? അള്ളാനെ കൊണ്ട്. വെള്ളം എടുത്തരിക, വെള്ളം കുടിക്കുക, അതൊക്കെ നടക്കും. പക്ഷേ ആ കുടിച്ച വെള്ളം കൊണ്ട് ദാഹം തീരണമെങ്കിൽ ആര് കണക്കാക്കണം? അള്ള കണക്കാക്കണം. ഈ നിലക്ക് അള്ള മാത്രം ഇടപെടുന്ന വഴിക്കാണ് എന്ത് പറയാ? കാര്യകാരണ വഴി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള വഴി, അഭൗതികമായ വഴി, അസാധാരണമായ വഴി, മറഞ്ഞ വഴി, സൃഷ്ടാവിൻ്റെ വഴി എന്നൊക്കെ എന്തിനാ പറയാ? അള്ള മാത്രം ഇടപെടുന്ന വഴിക്കാണ് പറയാ. ആ നിലക്ക് ഇടപെടാൻ, ആ വഴിയിലൂടെ പ്രവർത്തിക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ല. അതാണ് മനസ്സിലാക്കിയാൽ മതി. ജിന്നുമില്ല, മലക്കുമില്ല, മനുഷ്യനുമില്ല, ആരുമില്ല, ഒരു ചെറിയ പ്രാണി പോലുമില്ല. പിന്നെങ്ങനെ? പക്ഷേ ഈ നിലപാടിന്ന് ആര് പോയി? മർക്കസ് ദഅവ വിഭാഗക്കാർ ആദ്യം പോയി, പിന്നെ സീരി ടവറും പോയി. ഇപ്പൊ മർക്കസ് ദഅവയിലെ ഒരാളെ സംസാരം ഒന്ന് കേട്ടു നോക്കി, അല്ല സീരി ടവറത്തെ ഒരാളെ സംസാരം. വിശ്വത്തിൻ്റെ ആൾക്കാർ ഈ കാര്യകാരണ ബന്ധങ്ങളെ സൃഷ്ടിയുടെ കാര്യകാരണ ബന്ധം എന്നാക്കിയിട്ട് നമ്മുടെ മുമ്പുള്ള പണ്ഡിതന്മാരെ പാവങ്ങൾ നേരെ വാ ഇങ്ങനെ ജിന്നുവാദം വരുന്നൊന്നും അവർക്കറിയില്ല. അവർ മനുഷ്യൻ്റെ കാര്യകാരണം എന്നതിന് പകരം ആരെങ്കിലും പണ്ഡിതന്മാർ സൃഷ്ടിയുടെ എന്ന് എഴുതി പോയിട്ടുണ്ടാവാം, പറഞ്ഞു പോയിട്ടുണ്ടാവാം.
ഖുറാഫികൾ കാണിക്കാറില്ലേ? അൽ മുർഷിദിൽ നബിദിനെ ആഘോഷിക്കണം മുജാഹിദ് നേതാവ് പറഞ്ഞു എന്ന്. ഞെട്ടേണ്ട കാര്യമില്ല. അൽ മുർഷിദിലുണ്ടാവും, പഴയ അൽമനാറിലും വന്നിട്ടുണ്ടാവും. ഞെട്ടണെന്തിന്? അവരൊക്കെ മുസ്ലിയാക്കന്മാരല്ലായിരുന്നു. കണ്ടോ, ഇതിപ്പോ CD ടവർ വിഭാഗത്തിലൊരു പ്രധാന ആളാണ്. മൂപ്പരിപ്പോ ശരിക്കും ആരെ കുറ്റം പറഞ്ഞു? KM മൗലവിനെയാണ് ഇപ്പൊ കുറ്റം പറഞ്ഞത്. KM മൗലവിനാണ് ഇപ്പൊ കുറ്റം പറഞ്ഞത്. ഈ പുസ്തകം, ഞാൻ നേരത്തെ പറഞ്ഞ ഈ പുസ്തകത്തിൽ അന്ന് KM മൗലവി പഠിപ്പിച്ചത് അത് അയാൾ മുസ്ലിയാരാവുകൊണ്ട് പഠിപ്പിച്ചതാണ്. അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം? മൂപ്പർ അന്ന് സമസ്ത ഇരുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ഈ പുസ്തകം അടക്കം KM മൗലവി എഴുതിയ എന്തിനാ? അന്നത്തെ ഷിർക്കിന്റെ ആളുകൾക്ക് മറുപടി കൊടുക്കാനാണ്. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അടക്കമുള്ളവർക്ക് മറുപടി കൊടുക്കാൻ എഴുതിയ പുസ്തകമാണ്. എന്നിട്ട് ഇപ്പൊ അവർക്ക് തെറ്റ് പറ്റിയപ്പോ ജിന്നുകളും മലക്കുകളൊക്കെ അഭൗതിക മാർഗത്തിലൂടെ, അസാധാരണ മാർഗത്തിലൂടെ ഇടപെടുന്നവരാണ് എന്ന് അവർക്ക് മാറ്റം വന്നപ്പോൾ KM മൗലിനെ തട്ടുക. ഇനി ഇതേ കാര്യം മർക്കസ് ദേവന്റെ ആള് ചെയ്തോ കൊടുക്കും. ഭൗതികം അഭൗതികം, ജിന്നിനും പിശാചിനും അവരുടെ ഭൗതികം ഇവരുടെ ഭൗതികം, സൃഷ്ടികളുടെ കഴിവൻ അകത്തുനിന്ന് പുറത്തുനിന്ന് എന്ന് തുടങ്ങുന്ന കേട്ടാലും ഒരുപക്ഷെ പറയുന്നവർക്ക് പോലും തലതിരിവ് നടക്കുന്ന അത്യന്തം അപകടകരമായ തരത്തിൽ ഈ തൗഹീദിനെ ജനസമൂഹത്തിലേക്ക് അവതരിപ്പിച്ചത് എന്തടിസ്ഥാനത്തിലാണ്? കേട്ടില്ലേ? ഈ കാര്യകാരണ ബന്ധം, ഭൗതികം അഭൗതികം എന്നൊക്കെ പറഞ്ഞ് അത്യന്തം അപകടകരമായ എന്നാ പറയണത്. ഇപ്പൊ ഈ പുസ്തകം, ഈ കാണിച്ച പുസ്തകം ഇത് മർക്കസ് ദാവിന്ന് പുറത്തിറക്കിയ പുസ്തകമാണ്. CP ഉമർ സുല്ലമിയാണ് ഇതിന് അവതാരിക എഴുതി കൊടുത്തത്. ഇപ്പോഴും അവിടെ പോയ പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടും ഈ പുസ്തകം. ഈ പുസ്തകത്തിലുള്ള കാര്യം നമ്മൾ പറയണത് KM മൗലവി റഹിമഹുല്ല ഖുർആനിലെ ആയത്ത് വെച്ച് പഠിപ്പിച്ച കാര്യമാണ്. അതാണ് ഈ പുസ്തകം എല്ലാവരും വായിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഈ പുസ്തകം ഇതൊക്കെ വായിക്കണം. ഇത് വായിച്ചാൽ എവിടെയാണ് തെറ്റ് പിഴവ് എന്ന് ബോധ്യപ്പെടും. എന്നിട്ട് ഇവരങ്ങാടിൽ ഇറങ്ങിയിട്ട് എന്താ പറയണു? നമ്മളൊക്കെ മുശ്രിക്കുകൾ, നമ്മളൊക്കെ കാഫിറുകൾ, നമ്മൾ മുർത്തദ്ദുകൾ. 3 പ്രയോഗമാണ്. 3 പ്രയോഗങ്ങൾ ആലോചിച്ച് കാണി. കുഫർ, ഷിർക്ക്, റിദ്ദത്ത്. ഇത് ശരിക്കും ആരാ? ഈ തൗഹീദിനെ മാറ്റി മറിച്ച് ഇവരാ പോണത്. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ നമ്മളെ ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും മതം വിട്ട ആളുകളാക്കിയിട്ട് നമ്മളെ പരിചയപ്പെടുത്തുക. ഇപ്പം ഇവർ കൂടുതൽ തെറ്റിദ്ധരിപ്പിച്ച 3 വിഷയമുണ്ട്. അത് ഒന്ന് സിഹിറാണ്. അപ്പം സിഹിർ കേൾക്കുമ്പോഴേക്ക് ആളുകൾ പേടിക്കും, സിഹിറോ? എന്തിനാ നമ്മൾ സിഹിർ പറഞ്ഞാൽ എന്താ? ആ സിഹിർ എന്നുള്ള വാക്ക് പോലും അറിയാത്ത സാധാരണക്കാരെ മുന്നിൽ പോയിട്ട് നമ്മളെന്തോ സിഹിറിൻ്റെ ആൾക്കാരാണ്, നമ്മൾ നബിക്ക് സിഹിർ ബാധിച്ചിട്ട് ആകെ താറുമാറായി പ്രശ്നം പറ്റിയ ആളാണ് എന്ന നിലക്ക് പറഞ്ഞ് പരത്തുകയാണ് നമ്മൾ എന്ന് നമ്മളെപ്പറ്റി. ശരിക്കും എന്താ ഈ വിഷയം? സിഹിർ എന്നുള്ള പാഠം മദ്രസയിൽ പഠിക്കാത്ത രക്ഷിതാക്കൾ വളരെ കുറവേ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ. പഴയ കാലത്തൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടാവുകയുള്ളൂ. സിഹിർ എന്നൊരു പാഠാണ്. എന്തിനാണ് പഠിപ്പിക്കണത്? സിഹിർ വൻപാപാണ്. അത് ചെയ്യാൻ പറ്റൂല. അത് പിശാചിനെ പൂജിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലാതെ പറ്റൂല. അപ്പം നമ്മൾ പറയണത് നിങ്ങൾ സിഹിർ ചെയ്തോളിന്ന, നിങ്ങൾ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പൊയ്ക്കോളിന്ന അല്ല. പോകണ്ട, പാടില്ല. അങ്ങനെ പോകുന്ന ആളുകളോട് നമ്മൾ പറയുന്നു, നോക്കേ ഇസ്ലാം സിഹിർ പഠിപ്പിച്ചില്ലേ? എന്താ സിഹിർ പഠിപ്പിച്ചത്? അത് ശൈത്വാന്റെ പണിയാണ്. അപ്പം നീ നിന്റെ വിശ്വാസം തകർക്കണ്ട എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കൊരു ജൂതൻ സിഹിർ ചെയ്തു, എനിക്കതിൻ്റെ ഭാഗമായി ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ചെറിയൊരു പ്രശ്നങ്ങൾ, എന്തോ ഒന്നിങ്ങനെ ചെയ്തില്ലേ എന്നൊരു തോന്നലുണ്ടായി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്, കളവല്ല. എന്തിന് സമൂഹമനത്തിൽ കളവ് പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ? പരലോകത്ത് പിടിക്കപ്പെടൂലേ? കളവല്ല. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ആ കാര്യം പഠിപ്പിച്ചത്? ഇപ്പൊ നബിയിലൂടെ അത് മാത്രമല്ലല്ലോ. ഇപ്പൊ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല വിശപ്പ് സഹിച്ചിട്ട് കല്ലൊക്കെ പള്ളമ്മ കെട്ടിയിട്ട് കഴിഞ്ഞ കാലം ഉണ്ടായി. അപ്പോൾ ഒരാൾ പറയും, നബിക്ക് വിശപ്പുണ്ടാകേ? എന്താ ഈ പറയണു? നബിക്ക് വിശക്കാൻ പറ്റുമോ? നബി ആരാ എന്നൊരാൾ ചോദിച്ചാൽ, പൊന്നാര ചങ്ങായി, നബി മനുഷ്യ പ്രകൃതിയുള്ള ആളാ. നബിക്കും വിശപ്പൊക്കെ ഉണ്ടാകും. ആ വിശപ്പ് നബി ഭക്ഷണം കഴിച്ചു മാറ്റും എന്നാ പറഞ്ഞു കൊടുക്കുക. എന്ന പോലെ സിഹിർ മുഖേന ഒരു പ്രശ്നം ഉണ്ടാകും.
അത് അല്ല കണക്കാക്കിയ പ്രശ്നം ഉണ്ടാകും. ഇപ്പൊ ഈ സിഹിർ പഠിപ്പിക്കുന്ന ആയത്തിന് എന്താ ഉള്ളത് അറിയോ? എന്താ? അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ എന്നാണ്. അള്ളാഹിൻ്റെ തീരുമാനം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ തവക്കുലാക്കി പോവുകയാണ്, വീട്ടിൽ നിന്ന് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നൊക്കെ പറഞ്ഞു പോകുന്നു. അയാൾ ആക്സിഡൻറ്റിലായ എന്താ പറയുക? അയാൾക്കും ആക്സിഡൻ്റ് ആയോ? തവക്കുലില്ലേ? തവക്കുലുണ്ടായ എങ്ങനെ ആക്സിഡൻ്റ് ആകുക എന്നൊരാൾ ചോദിച്ചാൽ എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുക? തവക്കുൽ ഉണ്ടായാലും അല്ല അങ്ങനെ ഒന്ന് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാകും. അതിൻ്റെ അർത്ഥം എന്താ? മേ ആക്സിഡൻറ്റ് എന്നിങ്ങനെ പേടിച്ചു പോകണമെന്ന അല്ല. മേ സിഹിർ മേ സാഹിർ അങ്ങനെ പേടിച്ചു പോകണമെന്ന അല്ല. അങ്ങനെ പേടിച്ച് നടക്കാനല്ല. ഇങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിലൂടെ ഒരു ജാഗ്രത കൈവരിക്കണം. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറയാ, ഓ സിഹിറിൻ്റെ ആൾക്കാർ, കണ്ണേർ, കണ്ടോ കണ്ണേറിനെ കൊണ്ടുവരുന്നവർ. കണ്ണേർ എന്താ? കോലം കെട്ടിവെക്കൽ. അപ്പൊ കോലം കെട്ടിവെക്കാം എന്ന് പറയുന്ന വിസ്ഡം അങ്ങനെയാണോ? കോലം കെട്ടൽ തെറ്റാണ് നമ്മൾ പറയണത്. അതല്ല ചെയ്യേണ്ടത്. ഒരു അസൂയാലും നമ്മളെ നോക്കിയാൽ അള്ളാന്റെ വിധി ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പറ്റൂ, നമുക്കറിയില്ല. അള്ളാന്റെ വിധി ഇല്ലെങ്കിൽ പറ്റൂല. അതാണ് അൽ ഈമാൻ ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഈമാൻ കാര്യങ്ങൾ 6ാമത്തെ വിഷയമാണത്. ഒരർത്ഥത്തിൽ ഈ രണ്ട് വിഭാഗത്തിനും ഈമാൻ കാര്യങ്ങളിൽ പോലും വിശ്വാസമല്ല എന്നാണ്. അത് വിശദീകരിക്കാൻ സമയം കൂടുതൽ വേണം. ഈമാൻ കാര്യങ്ങളിൽ പോലും ഈ രണ്ട് വിഭാഗവും പൊളിഞ്ഞ് പാളിസായി കിടക്കുകയാണ്. അത് നമ്മൾ പഠിച്ച് തിരിച്ചറിയണം. ഏതെങ്കിലും മുറിക്ലിപ്പ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? കണ്ടോ എന്ന് പറയരുത്. ആ ക്ലിപ്പിൻ്റെ അപ്പുറം കേട്ട തീരുമാനമാകും. അതാണ് ഈ രണ്ട് കൂട്ടരും ചെയ്യുന്നത്. രാഷ്ട്രീയക്കാർ ചെയ്യുന്നതിനേക്കാളും മോശമായ അതപ്പതിച്ച പണിയാണ് ഈ രണ്ട് വിഭാഗവും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി നമ്മുടെ വിശ്വാസം അത് ആർക്കും വിട്ടുകൊടുക്കാതെ മരണം വരെ അതിനെ കരുതണം, കാത്ത് സൂക്ഷിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള നമ്മുടെ കഴിഞ്ഞ മുഖാമുഖങ്ങൾ, അതുപോലെ പ്രത്യേകിച്ച് ഫൈസൽ മൗലവി ഈ വിഷയത്തിൽ എഴുതിയിട്ടുള്ള തൗഹീദുമായി ബന്ധപ്പെട്ട പുസ്തകം അതെല്ലാവരും വായിക്കുക. അതേപോലെ ഇത്തരം കാര്യങ്ങൾ കേൾക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ച നമ്മൾ കുറച്ച് വിപുലമായി തന്നെ ഈ കാര്യങ്ങൾ എടത്തനാട്ടുകരയിൽ ഓരോന്നും കൃത്യമായി എടുത്ത് വിശദീകരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചുകൊണ്ട്, മുഹമ്മദ് റസൂലുള്ള മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മരണം വരെ ഉറപ്പിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മുജാഹിദുകൾ, സലഫികൾ അത് ഒരു നൂറ്റാണ്ടുകാലം ഈ കേരളക്കരയിൽ നിലനിർത്തിയ ആശയം, ആദർശം എന്താണോ അത് കൃത്യമായി സമൂഹത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു സംവിധാനമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഒരു മൺതരി വലിപ്പത്തിലുള്ള തെറ്റ് പോലും പിഴവ് പോലും ആശയരംഗത്തും പ്രമാണരംഗത്തും നാം വരുത്തിയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.